ഇന്നത്തെ നമ്മുടെ റെസിപ്പി റോയൽ ഫലൂദയാണ്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫലൂദയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുൻപ് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കേണ്ടതുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം, ചിയാ സീഡ്സ് സോക്ക് ചെയ്യാം, മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. സാധാരണ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, തിളച്ച വെള്ളമൊന്നും വേണ്ട. അതിനകത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ സോക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇതിവിടെ നിൽക്കട്ടെ, ഇത് സോക്കായിട്ട് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് ഈ തിളച്ച പാൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുൽഫിയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം പാലൊന്ന് കട്ടിയായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കട്ടി കൂടിയ പാലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഫലൂദ ഒന്ന് അസംബിൾ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് റോസ് സിറപ്പ്, ഫലൂദ സേമിയ, ചിയാ സീഡ്സ്, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല്, പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, പിന്നെ കുറച്ച് ഐസ്ക്രീം, പിന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് ഫലൂദ ഒന്ന് അസംബിൾ ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് റോസ് സിറപ്പാണ്. ഈ റോസ് സിറപ്പ് ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം റൂഹ് അഫ്സയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ മാമ്പഴവും ആപ്പിളും കുറച്ച് പച്ചമുന്തിരിയും കട്ട് ചെയ്തെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിയാ സീഡ്സ് ചോക്ക് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫലൂദ സേമിയ വെക്കാം, 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കാം. ഈ ഫലൂദ സേമിയ ഇതുപോലെ ഞാൻ ഇവിടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വീട്ടിൽ ഉള്ള ഐസ്ക്രീം അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം കേസർ ഐസ്ക്രീം, അല്ലെങ്കിൽ പിസ്ത, അല്ലെങ്കിൽ കേസർ ബദാം, അല്ലെങ്കിൽ മാംഗോ, ഇതൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബദാമും പിസ്തയും കാഷ്യൂ ആണ് ചേർക്കുന്നത്. ഇതിന് പകരം വെറും പീനട്ട്സ് മാത്രം ചേർത്താലും മതി. ഇനി നമുക്ക് ഈ പ്രോസസ്സ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിയാ സീഡ്സ് സോക്ക് ചെയ്തത് വെച്ച് കൊടുക്കാം. ചിയാ സീഡ്സൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ചിയാ സീഡ്സൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് കഴിക്കാനായിട്ട്. ഡെസേർട്ട്സിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 1 സ്പൂണ് ഫലൂദ സേമിയ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാല് ഇതിൻ്റെ മുകളിൽ ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വാനിലയാണ് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ. ഇതിന് പകരം മാംഗോയോ കേസർ പിസ്തയോ അതല്ലെങ്കിൽ കേസർ ബദാമോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്പ്രെഡ് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സിന് ഇതിനിപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ബദാമും പിസ്തയും കാഷ്യൂ ആണ്. ഇതിന് പകരം നിലക്കടലയും പിന്നെ കിസ്മിസും ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം കൂടെ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി റോയൽ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അത്രയും ടേസ്റ്റി തന്നെയാണ് ഇതും.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഡിഷൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്നതിൽ എത്രയോ ഹെൽത്തിയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക്